നമ്മൾ വിശുദ്ധ കുർബാനയിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അവർണ്ണനീയമായ ഈ ദാനത്തിന് കർത്താവെ അങ്ങേക്ക് സ്തുതി. വർണ്ണിക്കാനാവാത്ത ഒരു ദാനം ഈ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മുടെ ഇടയിൽ ചെയ്തു. നമ്മുടെ ചാനലിൽ ഈ കഴിഞ്ഞ ദിവസം 1,00,000 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ നമുക്ക് പ്ലേ ബട്ടണൊക്കെ കിട്ടി. ആ പ്ലേ ബട്ടൺ നമ്മൾ ഓപ്പൺ ചെയ്തത് ഏഷ്യയിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന പരിശുദ്ധ കുർബാനയിലെ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് ലോകത്തോട് മുഴുവൻ വിളിച്ച് പറഞ്ഞ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ വെച്ചാണ്. അത് ഓപ്പൺ ചെയ്തത് അവിടുത്തെ വികാരിച്ചനാണ്. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ 1,00,000 സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് നിറയുവാനായിട്ട് ഇടയായത്. ദിവ്യകാരുണ്യ ഈശോയുടെ വലിയ സ്നേഹിതരാണ് നാം എല്ലാവരും. ദിവ്യകാരുണ്യ ഈശോയുടെ പ്രവർത്തിക്കുന്ന കരങ്ങള്, പാദങ്ങള്, അവിടുത്തെ കണ്ണ്, ചെവി ഒക്കെ ആയി തീരുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം അവിടുത്തെ സ്നേഹിക്കുന്ന നാം ഓരോരുത്തർക്കുമാണ്. നമ്മിലൂടെയാണല്ലോ ദിവ്യകാരുണ്യ ഈശോ ഇന്ന് അവിടുന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന അവിടുത്തെ വലിയ സ്നേഹവും കരുണയും ആവശ്യമുള്ളവരിലേക്ക് എത്തിച്ചേരുക. നമുക്കെല്ലാവർക്കും അതിന്റെ സ്നേഹത്തിന്റെ ആ വലിയ കൈകോർക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി, അഭിനന്ദനങ്ങൾ. ഫ്രണ്ട്സ് ഓഫ് ദ ഹോളി യൂക്രിസ്റ്റ് എന്ന് പറയുന്ന ഈ മിനിസ്ട്രിയുടെ ഈ ചാനൽ പരിശുദ്ധ കുർബാനയുടെ ഭക്തി ലോകമെങ്ങും വ്യാപിപ്പിക്കുക എന്ന ദൗത്യത്തിലാണ്. നമ്മുടെ മിനിസ്ട്രി നിലകൊള്ളുന്നത് തന്നെ റീത്തിനതീതമായിട്ടാണ്. തലശ്ശേരി അതിരൂപതയുടെ മാർ ജോസഫ് പാംപ്ലാനി പിതാവിനെ, കണ്ണൂർ രൂപതയുടെ അലക്സ് വടക്കുംതല പിതാവിനെ, ഡെന്നീസ് കുറുപ്പശ്ശേരി പിതാവിനെ, പത്തനംതിട്ട രൂപതയുടെ പിതാവായ ഐറിനീസ് പിതാവിനെ ഒന്നും മറക്കാൻ കഴിയില്ല. അവരൊക്കെ പ്രോത്സാഹനവുമായി നമ്മളോടൊപ്പം നടന്ന പിതാക്കന്മാരാണ്. MCBS സഭയിലൂടെ പിറന്നു വീണ ഒരു കുഞ്ഞാണ് നമ്മുടെ മിനിസ്ട്രി. MCBS സഭയുടെ കാരിസമാണ് നമ്മൾ ശരിക്കും അൽമായ ശുശ്രൂഷകളിലൂടെ ആഗോള സഭയിലേക്ക് എത്തിക്കാനായി പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ MCBS സഭയുടെ അധികാരികളെ, MCBS സഭയിലെ ഓരോ വൈദികരെയും, പ്രത്യേകിച്ച് 22 വൈദികരാണ് എൻ്റെ ബാച്ചിലുള്ളത്. പ്രതിസന്ധിയുടെ നടുവഴിയിലൂടെ നടക്കുമ്പോൾ ഒരു തണൽമരം പോലെ എൻ്റെ ബാച്ചുകാരായിട്ടുള്ള വൈദികർ എന്നോടൊപ്പം നിന്നിട്ടുണ്ട്. അവരെ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അതുപോലെ മറ്റു വൈദികർ, സിസ്റ്റേഴ്സ്, അവരൊക്കെ നമ്മളോടൊപ്പം നിന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, അവരെയൊക്കെ നമുക്ക് ഓർക്കാം. കണ്ടൻറ് ഈസ് ദ കിങ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. നമ്മളെടുക്കുന്ന പല കണ്ടൻറ്റും പിന്നീട് ഷെക്കീനക്കാർ, ശാലമൊക്കെ പോയി എടുത്തിട്ടുമുണ്ട്. എങ്ങനെയാണ് അച്ഛൻ ഈ കണ്ടൻറ്റുകളൊക്കെ കണ്ടെത്തുന്നത് എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഒരു കണ്ടൻറ്റിനും വേണ്ടി ഞങ്ങൾ തേടിപ്പോയിട്ടില്ല. ആ കണ്ടൻറ്റുകൾ പലപ്പോഴും നമ്മുടെ അടുക്കലേക്ക് വരുന്നതായാണ് തോന്നിയിട്ടുള്ളത്. ക്യാമറയുടെ മുൻപിലും പിൻപിലും പ്രോത്സാഹനമായി ഒപ്പം നിന്നവർക്ക് ഒക്കെ വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരുടെ പേരിലുള്ള അകമഴിഞ്ഞ നന്ദിയും പ്രാർത്ഥനയും. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.